ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഉള്ളിലേഹം തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ശർക്കര, ഈത്തപ്പഴം, ബദാം, അണ്ടിപ്പരിപ്പ്, ഉലുവ, ചെറിയ ജീരകം, 3 തേങ്ങയുടെ പാലെടുത്തത്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ഇനി നമുക്ക് ഉള്ളിലേഹം തയ്യാറാക്കാം. ഉരുളിയിലോ അല്ലെങ്കിൽ കുക്കറിലോ എങ്ങനെ വേണമെങ്കിലും ചെറിയ ഉള്ളി വേവിക്കാം. 3-ാം പാലിൽ ചെറിയ ഉള്ളി നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് ഈത്തപ്പഴം കുരുകളഞ്ഞ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉലുവ, ചെറിയ ജീരകം എന്നിവ ആഡ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കുക. അതിലേക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ മിക്സാക്കണം. കൈയെടുക്കാതെ ഇളക്കണം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി അതിലേക്ക് നമ്മൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വറ്റി വരണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം നന്നായി ഇളക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ചെറുതായി ഇങ്ങനെ പൊട്ടിത്തെറിക്കും. വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാതിരിക്കുന്നത് വരെ നമ്മൾ ഇളക്കി അതിൻ്റെ പരുവത്തിലെത്തുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, ബദാം കായ എന്നിവ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അത് നമ്മൾ ചെറുതായി ചട്ടിയിലൊന്ന് വറുത്തെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് മിക്സാക്കി ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലേഹം തയ്യാറായിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്കും ഉന്മേഷത്തിനും നിറം വർദ്ധിക്കാനും വളരെയധികം ഉപകാരപ്രദമായൊരു ലേഹമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.